യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനേക്കാൾ കടന്നാക്രമണം നടത്തിയത് പ്രതിപക്ഷ നേതാവാണ് എന്ന് അംഗങ്ങളിൽ ഒരാൾ വിമർശിച്ചത്. രമേശ് ചെന്നിത്തല, ഉമാ തോമസ്, KC വേണുഗോപാലിന്റെ ഭാര്യ ആശ എന്നിവർക്കെതിരെയും സൈബർ ആക്രമണം തുടരുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. പലപ്പോഴും കോൺഗ്രസ് ആണ് ഇടത് സൈബർ കേന്ദ്രങ്ങൾക്കെതിരെ ഇങ്ങനെ പറയാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചാണ് നടക്കുന്നത്. സ്വന്തം നേതാക്കളെ എടുത്തെടുത്ത് വിമർശിക്കുകയാണ് സൈബർ എടുത്ത് കോൺഗ്രസിൻ്റെ അണികൾ. എന്താണ് സംഭവിക്കുന്നതെന്നത് അപൂർവമാണ്. പലപ്പോഴും ഉമാ തോമസ് നേരിടേണ്ടി വരുന്ന അധിക്ഷേപം പരിധികൾക്കപ്പുറമുള്ളതാണ്. ഡാൻ കുര്യൻ്റെ പേര് പോലും പരാമർശിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളെന്തോ ഗൂഢാലോചന നടത്തി എന്നും മറ്റുമാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. എന്താണ് ഈ കോൺഗ്രസിൻ്റെ സൈബർ എടുത്ത് നടക്കുന്നത്? ഇതിൽ ചില നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ട്, ചില യൂത്ത് നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന ആക്ഷേപവും ഉണ്ടല്ലോ. വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഉമാ തോമസ്, ഒപ്പം ഷാനിമോൾ ഉസ്മാൻ അടക്കം പ്രതികരിച്ച എല്ലാവർക്കുമെതിരെയുണ്ട്. KC വേണുഗോപാലിൻ്റെ ഭാര്യ ഡോക്ടർ ആശ, അവർ അധ്യാപികയാണ്. അവരാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. അവർക്കെതിരെയും പിന്നീട് അവർ ആ പോസ്റ്റ് തന്നെ പിൻവലിച്ചു പോകേണ്ടി വന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ന്യൂസ് 8-നെതിരെയും ഡാൻ കുര്യനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ ബോധപൂർവമായി കൊടുക്കാൻ ഗൂഢാലോചന നടത്തി എന്ന ആക്ഷേപം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ ഡാൻ കുര്യൻ്റെ ചിത്രമടക്കമാണ് ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് അണികൾ പങ്കുവയ്ക്കപ്പെടുന്നത്. അങ്ങനെയാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ. എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ ആക്രമണം മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഉണ്ടാകുന്നത് എന്നതാണ് സാഹചര്യം. എത്ര ഗുരുതരമാണ് ഈ നീക്കം എന്നതാണ്. VD സതീശനെയും കണക്കറ്റ് വിമർശിക്കുന്നു. അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരാൾക്കൂട്ടമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം മാറിയോ, യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ മാറിയോ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അധ്യക്ഷനില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത തരത്തിലേക്ക് ഈ പ്രതിസന്ധി അവർക്കിടയിലേക്ക് മാറി എന്നതാണ് അവസ്ഥ. അങ്ങനെ വെട്ടുകളി സംഘമായി ഈ സൈബർ സംഘം മാറിയിരിക്കുന്നു. അതാണിപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഡാൻ കുര്യനെതിരെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡറിനെ വെച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കിയ ന്യൂസ് 18 മാധ്യമ പ്രവർത്തകൻ ഡാൻ കുര്യൻ എന്നാണ്. ഡാൻ കുര്യൻ്റെ ഫോട്ടോ, ചിത്രമടക്കം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഡാൻ കുര്യന് ടെലിഫോൺ വഴിയും അല്ലാതെയും ഒക്കെ വലിയ തരത്തിലുള്ള ഭീഷണികളും ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരുന്നു. ഡാൻ കുര്യൻ തന്നെ ചേരുന്നു. ഡാനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ സൈബർ സംഘം. ഗൂഢാലോചന നടത്തിയെന്നാണ് അവരുടെ ആരോപണം. അത് തീരുന്നില്ല. VD സതീശനെ പോലും ഈ സൈബർ സംഘം വെറുതെ വിടുന്നില്ല. സജിത്ത്, അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി അവന്തികയുമായി കോൺഫറൻസ് കോളിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഫോണിൽ നിന്ന് കോൺഫറൻസിലിട്ട് നടത്തിയ സംസാരം ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണുകയും അത് കൃത്യമായി പൊളിച്ചുകൊണ്ട് നമ്മൾ അല്പസമയത്തിനകം ആ സംഭവങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വെട്ടിലാകുന്ന സാഹചര്യമുണ്ടായത്. അതിനു പിന്നാലെയാണ് വ്യാപകമായ സൈബർ ആക്രമണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കെതിരെയും കൂടാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നമുക്കെതിരെയും നേരിടേണ്ടി വരുന്നത് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്കെതിരെ നടത്തിയ സൈബർ ആക്രമണത്തെ ചെറുത്തുകൊണ്ട് മറ്റൊരാൾ VDS നടത്തിയ അത്രയും ഇല്ലല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തരത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ. നമ്മൾ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ മാധ്യമ പ്രവർത്തനം തന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കാൻ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലെ ഏത് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ വരാൻ, ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളുടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ
സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം, അടൂരിലെ വീട്ടിലിരുന്ന് ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ശ്രദ്ധിക്കുക. ഇതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കുക. എന്ത് തെളിവുണ്ടെങ്കിലും പുറത്തുവിടാം, നേരിടാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനല്ല. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആക്ഷേപം ആ അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് തന്നെ പൊളിച്ചടിക്കതാണ്. മറ്റു പലരും പൊളിച്ചടിക്കതാണ്. അത് ന്യൂസ് 18 മാത്രമല്ല, പിന്നാലെ വന്നവരും അത് പൊളിച്ചടുക്കി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു കാര്യം മാത്രം മുൻനിർത്തി താങ്കളും താങ്കളടക്കുന്ന സംഘവും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം പിന്നീട് നടത്തി എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഡാൻ കുര്യയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നു ആ സൈബർ ഇടങ്ങൾ എന്നതാണ്. നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ലേ എന്ന ചോദ്യമുണ്ട്. അവിടെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവർത്തിക്കുന്നുണ്ട് ഇത്തരം സൈബർ ആക്രമണങ്ങളൊന്നും പറ്റില്ല, അതിനെ അപലപിക്കുന്നു എന്നത്. പക്ഷേ ആര് കേൾക്കാൻ, ആര് നിർത്താൻ? എന്തായാലും ഇത് തുടരുകയാണ്. ഉമാ തോമസ് അല്ല, വി ഡി സതീശൻ തന്നെ ഇപ്പോൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു സൈബർ ഇടങ്ങൾ എന്നതാണ് സാഹചര്യം. ഡാൻ, ഇതിൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ്. നേതൃത്വം ഒന്നടങ്കം ഇത് അപലപിക്കുന്നുണ്ട്. പക്ഷേ അപലപിക്കൽ മാത്രമായി തീരുന്നു. സൈബർ ഇടത്ത് ഈ അറ്റാക്ക് ഇതേപടി നടക്കുന്നു. താങ്കളെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് ചിത്രമടക്കം നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. ഇതിന് പുറമെ മറ്റിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്താണ് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഈ വിഷയത്തിൽ? അതായത് ഇത് യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ തുടക്കമിട്ടത് ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളാണ്. കഴിഞ്ഞ ദിവസം വരെ മൗനം തുടർന്നിരുന്ന വനിതാ നേതാക്കൾ കൃത്യമായി നിലപാട് സ്വീകരിച്ച് പൊതു രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന നിലപാട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴായി പലതവണ ആവർത്തിച്ചതോടെയാണ് ഈ സൈബർ കടന്നാക്രമണം തുടങ്ങുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം വളരെ നാടകീയമായി ഒരുപക്ഷെ രാജ്യപ്രഖ്യാപനം നടത്താനാണോ മാധ്യമങ്ങളെ കാണാൻ രാഹുൽ തയ്യാറാകുന്നത് എന്ന് വരെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഓഗസ്റ്റ് 1 അവന്തികയുമായി നമ്മൾ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കേൾപ്പിച്ചുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകീയമായ ശ്രമം നടത്തിയത്. പക്ഷേ അത് ഫലം കാണാതെ അല്പസമയത്തിനകം തന്നെ അതിന്റെ വ്യക്തമായ വിശദീകരണവുമായി നമ്മളും ആ കോൺഫറൻസ് കോളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമാരും സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ അതിൽ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിലായത്. പിന്നെ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനായി നടത്തുന്ന അവസാനപ്പെട്ട ശ്രമമായിരിക്കാം അത്. അവരങ്ങനെ തന്നെ തുടരുക. പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അവന്തികയും ആ നിലപാട് ഇന്നലെ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന 1% തെളിവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വ്യക്തമായി തന്നെ പുറത്തുവിടണം. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനായി ഇത്തരമൊരു ശബ്ദം സംഭാഷണം അതിൻ്റെ ശകലം പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് രാഹുൽ നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനിയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 2ാം ഘട്ട നടപടി മാത്രമാണ്, അത് അന്തിമ നടപടിയല്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നാൽ പാർട്ടി കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന നിലപാടിൽ ഇപ്പോൾ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇതിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി, പിന്നീട് രമേശ് ചെന്നിത്തലയും, അതിനുശേഷം ഏറ്റവും ഒടുവിൽ കെ.സി. വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എന്ന സൂചനകൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ കൃത്യമായ ഒരു നടപടികളിലേക്ക് അവർ ആരും കടന്നിട്ടില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ പക്ഷേ കടുത്ത അമർഷത്തിലുമാണ്.